Everyone, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസിൻ്റെ റിവിഷൻ സീരീസാണ് നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന്. ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ വരുന്ന അക്കൗസ്റ്റിക് എന്ന് പറയുന്ന മൊഡ്യൂൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ റിവിഷൻ സീരീസിൽ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ കൂടുതലും കവർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഇവിടെ ഇപ്പോൾ അക്കൗസ്റ്റിക്സിൽ പഠിക്കുമ്പോഴത്തേക്കും വിൽ ബി ഡിസ്കസിങ് ദ തിയറി അലോങ് വിത്ത് MCQs. അപ്പോൾ ഇന്ന് നമ്മൾ തിയറി പാർട്ടിൽ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗസ്റ്റിക് വേവ്സ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി ആൻഡ് അക്കൗസ്റ്റിക് അബ്സോർപ്ഷൻ. നമ്മുടെ സിലബസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിലബസിലെ ഫസ്റ്റ് 2 ടോപ്പിക്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. അക്കൗസ്റ്റിക് വേവ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെ വരുന്നു എന്നുള്ളതും അക്കൗസ്റ്റിക് അബ്സോർപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും. അപ്പോൾ അതിൻ്റെ തിയറി പഠിച്ച ശേഷം ഒരു 10-15 MCQs കൊണ്ട് നമ്മൾ അതിൽ ചെയ്യുന്നുണ്ടാവും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, സോ സ്റ്റാർട്ടിങ് നമുക്ക് ഇതിൻ്റെ മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അക്കൗസ്റ്റിക്സ് ആണ് മൊഡ്യൂൾ. ഇതിൽ 3 പാർട്സ് ആയിട്ടാണ് അവർ തിരിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗസ്റ്റിക് വേവ്സ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി. ആൻഡ് ഓൾസോ രണ്ടാമത്തെ പാർട്ടിന് അക്കൗസ്റ്റിക് അബ്സോർപ്ഷൻ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും നമ്മൾ അടുത്ത റിവർബറേഷനും റിവർബറേഷൻ ടൈമും സബൈൻ ഫോർമുല, പിന്നെ അക്കൗസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ് ഒക്കെ വന്ന് അൾട്രാസോണിക്സ് വന്നിട്ട് നമ്മൾ വേറൊരു സെഷനിലേക്ക് ഡിസ്കസ് ചെയ്യും. എല്ലാ സെഷൻസിലും നമ്മൾ തിയറിയും MCQസും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് വിത്തൗട്ട് എനി ഡിലേ ഇത് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് അക്കൗസ്റ്റിക്സ് സ്റ്റാർട്ട് ഓൾസോ മാർക്കിൻ്റെ വെയിറ്റേജ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം IEയുടെ എക്സാമിന് വി ഹാവ് 40 മാർക്സ് എൻജിനീയറിംഗ് മാത്സ് ആണ്, 30 മാർക്സ് വന്നിട്ട് എൻജിനീയറിംഗ് ഫിസിക്സ്, 30 മാർക്സ് എൻജിനീയറിംഗ് കെമിസ്ട്രി ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ നമുക്ക് 3 മൊഡ്യൂൾസ് ഉണ്ട്. ഓരോ മൊഡ്യൂളും 10 മാർക്കിന്. അപ്പോൾ ആക്ച്വലി അക്കൗസ്റ്റിക്സ് ഫിസിക്സിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് അക്കൗസ്റ്റിക്സ് എന്ന്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് 10 മാർക്ക് കിട്ടും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ വരാം. ഇത് 30 മാർക്ക് ഫിസിക്സിൽ നിന്ന് എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ അക്കൗസ്റ്റിക്സിൽ ഒരു 8 ക്വസ്റ്റ്യൻ, അപ്ലൈഡ് ഒപ്റ്റിക്സിൽ ഒരു 12 ക്വസ്റ്റ്യൻ, അങ്ങനെയൊക്കെ വന്നുകൂടാന്നില്ല. ബട്ട് നമ്മൾ എയിം ചെയ്യേണ്ട അക്കൗസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5-6 ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ഓൾസോ ഇത് ചെറിയൊരു മൊഡ്യൂളാണ്. വിത്ത് MCQs ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കൺസെപ്റ്റും കാര്യങ്ങളും കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, സോ വിത്തൗട്ട് എനി ഡിലേ നമുക്ക് ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ബിഫോർ സ്റ്റാർട്ടിങ് അബൌട്ട് അക്കൗസ്റ്റിക്സ് എന്താണെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് വേവ്സ് ആണ്. വേവ്സ് എന്തെന്നുള്ളതാണ്. കാരണം അക്കൗസ്റ്റിക്സിൽ നമ്മൾ മെയിനായിട്ടും ഡീൽ ചെയ്യുന്നത് സൗണ്ട് വേവ്സിനെ പറ്റിയിട്ടാണ്. സൗണ്ട് വേവ്സിൻ്റെ പല കാര്യങ്ങളാണ് അക്കൗസ്റ്റിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും വേവ്സ് എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്സ് ആണ്. അപ്പോൾ വേവ്സ് മെയിൻലി 2 ടൈപ്പാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, മെക്കാനിക്കലും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും. മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്ന വേവ്സിന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യണമെങ്കിൽ അതിനൊരു മീഡിയം ആവശ്യമുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ സോളിഡ്, ലിക്വിഡ് അല്ലെങ്കിൽ എയർ, അറ്റ്ലീസ്റ്റ് എയർ എങ്കിലും എന്ത് ചെയ്യണം, അതിന് ഒരു മീഡിയം ആയിട്ട് വേണ്ടി വരാറുണ്ട് ഫോർ ട്രാവലിംഗ് അല്ലെങ്കിൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു മീഡിയം ആവശ്യമുണ്ട്. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ കേസിൽ നമുക്ക് എന്തില്ല, അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് മാൻഡേറ്ററി അല്ല. നമുക്ക് മീഡിയം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ വേവ്സ് ട്രാവൽ ചെയ്ത് പോകും. അപ്പോൾ മെക്കാനിക്കൽ വേവ്സിന് മീഡിയം വേണം, ഇലക്ട്രോ മാഗ്നറ്റിക്കിന് മീഡിയം വേണം. ഇനി മെക്കാനിക്കൽ വേവ്സ് 2 ടൈപ്പ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനലും ട്രാൻസ്വേഴ്സ്. ഏത് രീതിയിലാണോ ഈ മീഡിയത്തിലൂടെ ട്രാൻസ്മിഷൻ നടക്കുന്നത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ലോഞ്ചിറ്റ്യൂഡിനലും ട്രാൻസ്വേഴ്സും വരുന്നത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ എപ്പോഴും കംപ്രഷൻസും റെയർ ഫാക്ഷൻസും ആണ്. കംപ്രഷൻസും റെയർ ഫാക്ഷൻസും ആണ്. അതായത് നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ ഒരു സൗണ്ട് വന്നിട്ടുണ്ട്. സൗണ്ട് എങ്ങനെ ട്രാവൽ ചെയ്യും, നമുക്കിപ്പോൾ എയറിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് പോകുന്നിടത്ത് കുറച്ച് ഭാഗത്ത് ഭയങ്കര കംപ്രസ്ഡ് ആയിരിക്കും ആ മീഡിയം എന്ന് പറയുന്നത്, അടുത്ത് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പോകും, അടുത്ത് വീണ്ടും കംപ്രഷൻസ് വരും. ഇതിനെയാണ് കംപ്രഷൻസും ഈ റിലാക്സ്ഡ് ആയിട്ടുള്ള പോർഷൻ റെയർ ഫാക്ഷൻസ് എന്ന് പറയുക. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൗണ്ട് വേവ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ട്രാവൽ ചെയ്യുന്നത് മെയിൻലി വേറെ ഒന്നുമില്ല, മീഡിയത്തിനെ കംപ്രസ് ചെയ്യും. ഇവിടെ കൊണ്ടുവന്ന് കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങോട്ട് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ആവില്ലേ. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ സൗണ്ട് ഇവിടെ എത്തി, അപ്പോൾ സൗണ്ട് ഇവിടെ എന്ത് ചെയ്യുമ്പോൾ ഒരു കംപ്രഷൻ കൊടുക്കും. കംപ്രഷൻ കൊടുക്കുമ്പോൾ ആ മീഡിയം എന്ത് ചെയ്യും, 2 സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് വലിയും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ റിലാക്സ്ഡ് ആവും, എക്സ്പാൻഡ് ആവും. അപ്പോൾ അവിടെ എയർ ഫാക്ഷനും ഇവിടെ കംപ്രഷനും സംഭവിക്കും. അങ്ങനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. അവരെന്ന് പറഞ്ഞാൽ ക്രെസ്റ്റും ട്രഫുമായിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അപ്പർ പാർട്ട് കാണും ക്രെസ്റ്റ്, പിന്നെ ഒരു താഴെ ഒരു ഡിപ്രഷൻ കാണും, അതിന് നമ്മൾ ക്രെസ്റ്റും ട്രഫും അങ്ങനെയാണ് പറയുന്നത്. ഇത് വാട്ടറിലൂടെയൊക്കെ പോകുന്നത്, വാട്ടർ വേവ്സ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, മീഡിയം വേണ്ടാത്ത വേവ്സ് ഏതൊക്കെയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. നമുക്കതറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ഏതൊക്കെ വരും, ലൈറ്റ് ഉണ്ട്, മൈക്രോവേവ്സ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, ഗാമ റേസ് ഉണ്ട്, എക്സ്റേസ് ഉണ്ട്, അൾട്രാവയലറ്റ് റേസ് ഉണ്ട്, റേഡിയോ വേവ്സ് ഉണ്ട്. ഇങ്ങനെ എല്ലാ ടൈപ്സ് ഓഫ് വേവ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി വേവ്സ്. അപ്പോൾ നമ്മൾ അക്കൗസ്റ്റിക്സിൽ ഡീൽ ചെയ്യുന്നത് മെയിൻലി സൗണ്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ സൗണ്ട് ഏതിലാണ് വരുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ് അല്ലേ, ലോഞ്ചിറ്റ്യൂഡിനൽ
വേവ്സ്. അപ്പോൾ അത് ഏത് ടൈപ്പാണ്? മെക്കാനിക്കൽ. അത് റിക്വയർസ് എ മീഡിയം മെക്കാനിക്കൽ ടൈപ്പ് ഓഫ് വേവ് ആണ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ വേവ്സിനെ പറ്റി അക്കൗസ്റ്റിക്സ് പഠിക്കുന്നതിന് മുന്നേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് അക്കൗസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. അക്കൗസ്റ്റിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ഡെഫിനേഷൻ ഹിയർ. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നമ്മൾ സൗണ്ടിൻ്റെ സയൻസ് ആണ്. അവിടെ നമ്മൾ സൗണ്ട് എങ്ങനെ ഉണ്ടാകുന്നു, ഒറിജിൻ, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്, പിന്നെ പ്രോപ്പർട്ടീസും അതിൻ്റെ മറ്റു പല പ്രോപ്പർട്ടീസും കാര്യങ്ങളും എല്ലാമാണ് നമ്മൾ അക്കൗസ്റ്റിക്സിൽ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി സൗണ്ട് എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, ഉൽപാദനം, പിന്നെ അതിൻ്റെ അതെന്തൊക്കെ ഫിനോമിനാസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ അക്കൗസ്റ്റിക്സിൽ മെയിനായിട്ടും സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ വേറൊരു രീതിയിലും പറയാറുണ്ട്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് മെക്കാനിക്കൽ വേവ്സ്. ഓക്കെ, ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്സ്, അതായത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് മീഡിയത്തിലൂടെ നമ്മുടെ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അറിയാം, അതിന് മീഡിയം വേണമല്ലേ. അപ്പോൾ മെക്കാനിക്കൽ വേവ്സ് ഒരു പെർട്ടിക്കുലർ മീഡിയത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് വൈബ്രേഷൻസ് ഉണ്ടാവും, സൗണ്ട്, അൾട്രാസൗണ്ട്, ഇൻഫ്രാസൗണ്ട്, ഇങ്ങനെ പല മോഡ്സിലായിരിക്കും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ പറ്റിയെല്ലാം പഠിക്കുന്നതാണ് അക്കൗസ്റ്റിക്സ്. സിംപ്ലി പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സൗണ്ട്. ഇത്രയും മാത്രം ഓർത്താൽ അക്കൗസ്റ്റിക്സ്. ഇനി ഈ അക്കൗസ്റ്റിക്സിനെ പറ്റി പഠിക്കുന്ന ഒരാൾ, ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റിനെ നമ്മൾ അക്കൗസ്റ്റീഷ്യൻ എന്ന് പറയും. ഓക്കെ, സയൻറ്റിസ്റ്റിന് അക്കൗസ്റ്റീഷ്യൻ എന്നും. ഈ അക്കൗസ്റ്റിക്സ് നമ്മൾ പഠിക്കേണ്ട ഒരു ടെക്നോളജി വേണമല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ അക്കൗസ്റ്റിക്സ് സൗണ്ടിനെ മെഷർ ചെയ്യുന്നതും അതിൻ്റെ പ്രോപ്പർട്ടീസിനെ അനലൈസ് ചെയ്യുന്നതും ഒക്കെ. അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടി കുറേ ടെക്നോളജി ആവശ്യമാണ്. ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതും അതിനെ പഠിക്കുന്ന ഒരാളുമാണ് അക്കൗസ്റ്റിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അക്കൗസ്റ്റേഷനും അക്കൗസ്റ്റിക്കൽ എഞ്ചിനീയറും തമ്മിലൊരു വ്യത്യാസം മനസ്സിലാക്കും. ഇതൊന്നും ജസ്റ്റ് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല, ബട്ട് ഒരു ബേസിക് ഐഡിയക്ക് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയഗ്രമാണ്. ഈ ഡയഗ്രത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓരോ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് സൗണ്ട് ഏതൊക്കെ ഫ്രീക്വൻസീസിൽ റേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡയഗ്രം ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റേഞ്ചസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഇതിൽ നമ്മൾ സൗണ്ടിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓഡിബിൾ സൗണ്ട്, പിന്നെ ഇൻഫ്രാ സൗണ്ടും അൾട്രാ സൗണ്ടും. ഓഡിബിൾ സൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യരുടെ കാതിന് കേൾക്കാൻ, ഹ്യൂമൻ ഇയറിന് ഓഡിബിൾ ആണ്, കേൾക്കാൻ പറ്റുന്നതാണ്. അത് ഏത് റേഞ്ചിലാണ് വരുന്നത്? 20 ഹെർട്സ് തൊട്ട് 10⁻⁴ ഹെർട്സ് വരെയാണ് വരുന്നത്. ഇത് നമ്മുടെ ഓഡിബിൾ റേഞ്ചാണ്. ഓക്കെ, ഓഡിബിൾ സൗണ്ട്. ഇനി ഇതിന് താഴെയുള്ളതുണ്ട്, ഇതിനേക്കാളും കുറഞ്ഞ ഫ്രീക്വൻസി ഉള്ള വോയിസ് സൗണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 10⁻⁴ ഹെർട്സ് ആണ്. 10⁻⁴ ഹെർട്സ് ടു 20 ഹെർട്സ്. ഓക്കെ, അപ്പോൾ അത് വരുന്നത് ഇൻഫ്രാ സൗണ്ട് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇൻഫ്രാ സൗണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഓർക്കേണ്ടത് ഓഡിബിൾ റീജിയനാണ്, അല്ലെങ്കിൽ ഓഡിബിൾ ആയിട്ടുള്ള സൗണ്ടിൻ്റെ റേഞ്ചാണ്. അതിൽ 20 ഹെർട്സിന് താഴോട്ട് വരുന്നത് ഇൻഫ്രാ സൗണ്ടും 10⁻⁴ മേളിലോട്ട് വരുന്നത് അൾട്രാ സൗണ്ട്. അൾട്രാ സൗണ്ട് എങ്ങനെയാണ്? 10⁻⁴ തൊട്ട് 10⁻12 ഹെർട്സ് വരെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ റേഞ്ച് അറിഞ്ഞിരിക്കുക. 20 to 10⁻⁴, പിന്നെ അതിന് താഴെ ഇൻഫ്രാ സൗണ്ടും അതിൻ്റെ മേളിൽ അൾട്രാ സൗണ്ട്. ഓക്കെ, ഇനി ഓഡിബിൾ സൗണ്ട് നമ്മൾ പറഞ്ഞു 20 ഹെർട്സ് ടു 10⁻⁴ ഹെർട്സ് അല്ലേ. അപ്പോൾ ഈ റേഞ്ചിൽ വരുന്ന സൗണ്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇതിനെ രണ്ട് ടൈപ്പായിട്ട് നമുക്ക് തിരിക്കാം. അതായത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിനെ രണ്ടായിട്ട് നമുക്ക് പറയാം. ഒന്ന് നോയ്സ്, ഒന്ന് മ്യൂസിക്. ഓക്കെ, ഒന്ന് നോയ്സും ഒന്ന് മ്യൂസിക്കും. ഫസ്റ്റ് മ്യൂസിക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വേവ്സിൻ്റെ ഷേപ്പ് എടുത്താൽ അതിനൊരു റെഗുലാരിറ്റി ഉണ്ടാവും. അതായത് പീരിയോഡിക് ആയിട്ട്, അത് റെപ്പിറ്റേഷൻ ഒരുപോലെ റിപ്പീറ്റായി പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കി ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ഫസ്റ്റ് ഒരു പീക്ക്, സെക്കൻഡ് പീക്ക്, തേർഡ് പീക്ക്, അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു പീക്ക്, സെക്കൻഡ് പീക്ക്, തേർഡ് പീക്ക്. സോ ഇത് പീരിയോഡിക് ആണ്, ഒരുപോലെ ഇങ്ങനെ റിപ്പീറ്റേഷൻ വന്നുകൊണ്ടിരിക്കുന്നതിന് ഒരു റെഗുലർ ഷേപ്പ് ഉണ്ട്. ഓൾസോ ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഈസ് യൂണിഫോം. ആംപ്ലിറ്റ്യൂഡ് എന്താണ്? നമുക്ക് മാക്സിമം കിട്ടാവുന്ന വാല്യൂ ഇല്ലേ, മാക്സിമം എടുക്കാൻ പറ്റുന്ന വാല്യൂവിനെയാണ്, വേവ് ലെങ്ത്തിൻ്റെ ആ ഒരു മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് യൂണിഫോം ആണ്. ഇവിടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞത് മാറി മാറി വന്നിട്ടില്ല, അത് യൂണിഫോം ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നോയ്സ്. നോക്കി പ്രത്യേകിച്ച് പാറ്റേണോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇറഗുലർ ആണ്, മൊത്തത്തിൽ പീരിയോഡിക്കും അല്ല, ഒരുപോലെ ടൈമിൽ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ടൊന്നും വരുന്നില്ല. പിന്നെ ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡും യൂണിഫോം ഇല്ല, ആംപ്ലിറ്റ്യൂഡ് മാറുന്നത് ഒരുപോലെ അല്ല മാറുന്നത്. ഇപ്പം ഇവിടെ ഈ ഒരു റീജിയനിൽ വരുന്ന ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡാണ് അടുത്ത ഓരോ പാർട്ടിലും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? ഇല്ല, അത് മാറി മാറി പോവുകയാണ്. സോ ഇതാണ് മ്യൂസിക്കും നോയ്സും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓഡിബിൾ സൗണ്ടിൻ്റെ രണ്ട് ടൈപ്പ്, മ്യൂസിക്കും നോയ്സും എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കേണ്ടത് മ്യൂസിക്കൽ സൗണ്ട്. അതായത് നോയ്സിന് പ്രത്യേകിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ ഒരു സൗണ്ട് നമുക്ക്
ചെവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ, ഒരു മ്യൂസിക്കൽ സൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, എങ്ങനെ അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിന് മെയിനായിട്ട് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഫ്രീക്വൻസി ആൻഡ് പിച്ച്. ഓക്കെ, ഫ്രീക്വൻസി ആൻഡ് പിച്ച് എന്ന് പറയുമ്പോൾ ഒരു പെയർ ആയിട്ട് തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. രണ്ടാമത്തത് ഇൻറ്റൻസിറ്റി ആൻഡ് ലൗഡ്നെസ്. മൂന്നാമത്തത് വന്നിട്ട് ടിംബർ ആൻഡ് ക്വാളിറ്റി. ഇതാണ് നമ്മുടെ മ്യൂസിക്കൽ സൗണ്ടിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഇൻറ്റൻസിറ്റി, ലൗഡ്നെസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് നമുക്കിത് മൂന്നും വളരെ ഇൻഡെപ്തിൽ നോക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രീക്വൻസി ആൻഡ് പിച്ചാണ് നോക്കുന്നത്. ഫ്രീക്വൻസി എന്ന ടേം നമ്മൾ ഒരു ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന ടേമാണ്. അതെന്താണ്? ഒരു സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്പർ ഓഫ് സംതിങ് ഇൻ 1 സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് നടന്നു, അല്ലെങ്കിൽ എത്ര വൈബ്രേഷൻസ് വന്നു, അതൊക്കെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഇസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ്, ഇപ്പോൾ സൗണ്ട് ആയതുകൊണ്ട് നമ്പർ ഓഫ് വൈബ്രേഷൻസ് പ്രൊഡ്യൂസ്ഡ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ആ സൗണ്ടിന് എത്ര വൈബ്രേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി വെച്ച് പറയുന്നത്. ഈ ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്കൊരു സൗണ്ടിൻ്റെ പ്രത്യേകത പറയാൻ പറ്റും. അതിനെ പിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് ഫ്രീക്വൻസി കൂടി, അതായത് ഒരു സെക്കൻഡിൽ കൂടുതൽ വൈബ്രേഷൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സെക്കൻഡിൽ നമുക്ക് 100 അല്ലെങ്കിൽ ഒരു 1000 വൈബ്രേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഫ്രീക്വൻസി ഭയങ്കര ഹൈ ആണ്. അതിൻ്റെ പിച്ച് എന്ന് പറയുന്നത് ഹൈ ആണ്. അതേസമയം നമുക്ക് കുറച്ച് വൈബ്രേഷൻസേ ഉള്ളൂ ഒരു സെക്കൻഡിൽ. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഇപ്പോൾ ഒരു 10 വൈബ്രേഷൻസേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് വെരി ലെസ് ഇൻ നമ്പർ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രീക്വൻസി ഭയങ്കര ചെറുതാണ്. ഫ്രീക്വൻസി ചെറുതാകുമ്പോൾ പിച്ചും ചെറുതാണ്. സോ ഫ്രീക്വൻസിയും പിച്ചും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പിച്ച്. ഫ്രീക്വൻസി കൂടുമ്പോൾ പിച്ച് കൂടും, ഹയർ പിച്ച് ആയിരിക്കും. ഫ്രീക്വൻസി കുറയുമ്പോൾ ലോവർ പിച്ച് ആയിരിക്കും. ഓക്കെ, സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഫ്രീക്വൻസി ഈസ് എ മെഷറബിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ് കെൻ ബി മെഷർഡ് ആക്യുറേറ്റ്ലി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ ഈ സൗണ്ട് എത്ര തവണ വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇമ്പോസിബിൾ ആയിട്ട് തോന്നും. പക്ഷേ ഇതൊക്കെ നമുക്ക് ആക്ച്വലി മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വാല്യൂ ആണ്. സോ അങ്ങനെ നമുക്ക് ഫ്രീക്വൻസി മെഷർ ചെയ്ത് ഒരു പർട്ടിക്കുലർ സൗണ്ട്, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ നോട്ട് ഹൈ പിച്ചാണോ ലോ പിച്ചാണോ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഫ്രീക്വൻസി ആൻഡ് പിച്ച്. ഇനി നമ്മൾ അടുത്ത് കിടക്കുന്ന പോയിന്റ് ആണ് ഇൻറ്റൻസിറ്റി ആൻഡ് ലൗഡ്നെസ്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, അത് നോക്കണം. ഇൻറ്റൻസിറ്റി ആൻഡ് ലൗഡ്നെസ്. ഇൻറ്റൻസിറ്റിയുടെ സാധാരണയുള്ള നമ്മൾ പൊതുവെ ഇക്വേഷൻസ്, ഇൻറ്റൻസിറ്റി പല എനർജിയുടെ കേസ് ഇതൊക്കെ പഠിക്കുമ്പോൾ, ടോപ്പിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇൻറ്റൻസിറ്റി ഒരു ടേം ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഇൻറ്റൻസിറ്റി ഒരു പർട്ടിക്കുലർ പ്രതലത്തിൽ എത്ര വേവ്സ് അല്ലെങ്കിൽ എത്ര പാർട്ടിക്കിൾസ് വന്ന് ഹിറ്റ് ചെയ്യുന്നു ഒരു പോയിന്റ് ഓഫ് ടൈമിൽ, അതിനെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു പീസ് ഓഫ് ഏരിയ, ഇതൊരു ചെറിയ ഏരിയ ആണ്. ഇത് നമ്മൾ യൂണിറ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, യൂണിറ്റ് ഏരിയ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ലൈറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എത്ര ലൈറ്റ് വേവ്സ് ഒരു സെക്കൻഡിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ആ ഒരു പ്രതലത്തിൽ എത്ര ലൈറ്റ് വീഴുന്നുണ്ട്, അതാണ് ബേസിക്കലി ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത് സൗണ്ടിൻ്റെ കേസിലോട്ട് നമുക്ക് മാറ്റുമ്പോൾ എന്താ പറയുക, എനർജി ഫ്ലോയിങ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ ഹെൽഡ് നോർമലി അറ്റ് എ പോയിന്റ് ഓഫ് ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. അപ്പോൾ സൗണ്ട് ഇപ്പോൾ ഇങ്ങനെ പോവുകയാണ്. ഐ കാൺ ഡ്രോ ലൈക്ക് ദിസ്, എപ്പോഴും കംപ്രഷൻ റെയർഫാക്ഷൻസ് ആയിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു സൗണ്ടിൻ്റെ ഇതാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് നോർമൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഞാനൊരു സർഫസ് എടുക്കുകയാണെങ്കിൽ ഈ സൗണ്ട് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടൊരു യൂണിറ്റ് ഏരിയ, ഓക്കെ 1 യൂണിറ്റ് ഏരിയ എടുത്താൽ ഒരു സെക്കൻഡിൽ എത്ര സൗണ്ട് വേവ്സ് ഇങ്ങനെ ഇവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ജനറലി ഉള്ള ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതറിയാം. ഇൻറ്റൻസിറ്റിയുടെ ഡെഫിനിഷൻ നോർമലി നമ്മൾ പറയുന്ന ഇൻറ്റൻസിറ്റിയുടെ ഡെഫിനിഷൻ തന്നെയാണ്. ഇവിടെ ജസ്റ്റ് സൗണ്ട് വേവ്സ് എന്ന് മാത്രമേ നമ്മൾ അസ്യൂം ചെയ്യുന്നുള്ളൂ. ഓൾസോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ ഈ സൗണ്ട് വന്ന് ഹിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയ എപ്പോഴും നമ്മുടെ പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലറും കൂടെ ആയിരിക്കും. അതുകൂടെ മാത്രം നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യം പറഞ്ഞു. നമുക്ക് ആ സെയിം ഡെഫിനിഷൻ തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഡെഫിനിഷൻസ് ഒന്ന് വായിക്കാനേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അഡീഷണൽ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ഉണ്ട്, ഇൻറ്റൻസിറ്റിയുടെ റിലേഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ഒരു സൗണ്ട് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ആണ്. വി ക്യാൻ സേ ദാറ്റ് ഐ പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഓൾസോ ഇതിൻ്റെ യൂണിറ്റ്, ഇൻറ്റൻസിറ്റിയുടെ ബേസിക് യൂണിറ്റ് വാട്ട്സ് പെർ
മീറ്റർ സ്ക്വയർ. വാട്ട്സ് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റ് ആണ്, മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയയുടെ യൂണിറ്റ്. അപ്പോൾ പവർ ഓൺ യൂണിറ്റ് ഏരിയ, അങ്ങനെയും നമുക്ക് സൗണ്ടിൻ്റെ പവർ ഓൺ യൂണിറ്റ് ഏരിയ എന്ന് നമുക്ക് എന്തിനെ വിളിക്കാം, ഇൻറ്റൻസിറ്റിയെ വിളിക്കാൻ പറ്റും. ഈ ഇക്വേഷനും കൂടെ നോട്ട് ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഐ പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ. അപ്പോൾ ഇത് വരുന്നൊരു റിലേഷൻ നമുക്ക് പഠിക്കണ്ടേ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഐ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു റോ 0 വി ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഇതിൽ റോ 0 എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മീഡിയം ഉണ്ടല്ലോ അതിൻ്റെ ഡെൻസിറ്റിയാണ്. ഓക്കെ, ഒരു ആവറേജ് ഡെൻസിറ്റി എത്രയാണെന്നുള്ളതാണ്. റോ ഈസ് ഡെൻസിറ്റി. വി എന്ന് പറയുന്നത് സൗണ്ടിൻ്റെ വെലോസിറ്റിയാണ്, സൗണ്ട് എത്ര സ്പീഡിലാണ് എത്ര വെലോസിറ്റിയിലാണ് പോകുന്നത്. ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി അറിയാമല്ലോ, ആംഗുലർ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് വേവ്. പിന്നെ നമ്മൾ പറഞ്ഞ ആംപ്ലിറ്റ്യൂഡാണ് ഈ ക്യാപിറ്റൽ എ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ ക്യാപിറ്റൽ എ ആയിട്ടും ചിലയിടത്ത് സ്മോൾ എ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്യിക്കാം. ഓക്കെ, സോ ഐ പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഇൻറ്റൻസിറ്റിയിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഇൻറ്റൻസിറ്റീസ് ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ രണ്ട് ഡെഫിനിഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് പഠിക്കാം. ത്രെഷോൾഡ് മിനിമം ഇൻറ്റൻസിറ്റി, ത്രെഷോൾഡ് പെയിൻ ഇൻറ്റൻസിറ്റി ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് രണ്ട് ഇൻറ്റൻസിറ്റീസ് പഠിക്കാനുള്ളത്, ത്രെഷോൾഡ് മിനിമം ഇൻറ്റൻസിറ്റിയും ത്രെഷോൾഡ് പെയിൻ ഇൻറ്റൻസിറ്റി. മിനിമം ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഇൻറ്റൻസിറ്റി. ഓക്കെ, സൗണ്ടിന് പല ഇൻറ്റൻസിറ്റീസ് ഉണ്ട്, പല ഇൻറ്റൻസിറ്റീസിലായിരിക്കും സൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഇൻറ്റൻസിറ്റി ലെവലുണ്ട്, അതിനെയാണ് നമ്മൾ ത്രെഷോൾഡ് മിനിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. മിനിമം ഇൻറ്റൻസിറ്റി വിച്ച് ഹ്യൂമൻ ബീയിങ് ക്യാൻ ഹിയർ, നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സൗണ്ട്, അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ത്രെഷോൾഡ് മിനിമം ഇൻറ്റൻസിറ്റി. അതിനൊരു വാല്യൂ ഉണ്ട്, I0 എന്ന് പറഞ്ഞാൽ 10⁻⁻12 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഇമ്പോർട്ടൻ്റ് ആണ്, I0 10⁻⁻12 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ. പിന്നെ I0 എന്നാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി ത്രെഷോൾഡ് പെയിൻ ഇൻറ്റൻസിറ്റി ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സൗണ്ട് ഏറ്റവും ചെറിയ സൗണ്ടും കേൾക്കാം, നമുക്ക് മാക്സിമം കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ട് ഉണ്ട്. ഓക്കെ, അത് വിത്തൗട്ട് സെൻസേഷൻ ഓഫ് പെയിൻ, നമുക്ക് ചെവിക്ക് ഇങ്ങനെ ഒരുപാട് വേദനയൊന്നും ടോളറേറ്റ് ചെയ്യാൻ ടോളറേറ്റ് വിത്തൗട്ട് സെൻസേഷൻ ഓഫ് പെയിൻ, നമുക്ക് പെയിൻ ഇല്ലാതെ എത്ര ലാർജസ്റ്റ് സൗണ്ട് നമുക്ക് കേൾക്കാം. ആദ്യം ആ സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ ത്രെഷോൾഡ് പെയിൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഹ്യൂമൻ ഇയറിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന സൗണ്ടിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റി, അത് നമ്മുടെ ചെവിക്ക് പെയിൻ ഒന്നും ഉണ്ടാക്കാതെ, അതിനെയാണ് ത്രെഷോൾഡ് പെയിൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ I0 ഉണ്ടല്ലോ, I0 എന്ന് പറയുമ്പോൾ ത്രെഷോൾഡ് മിനിമം ഇൻറ്റൻസിറ്റി, ആ ത്രെഷോൾഡ് മിനിമം ഇൻറ്റൻസിറ്റിയുടെ 10⁻12 ടൈംസ് എന്നാണ് പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു I0 എന്ന് പറഞ്ഞാൽ 10⁻⁻12 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്, ഇൻറ്റു 10⁻12 ടൈംസ് ആണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോയിട്ട് 1 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. സോ ത്രെഷോൾഡ് പെയിൻ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ 1 വാട്ട് പെർ മീറ്റർ സ്ക്വയറും, ത്രെഷോൾഡ് ഇത് പെയിൻ ഇൻറ്റൻസിറ്റി, മിനിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ 10⁻⁻12 ആണ് വരുന്നത്. സോ ഏറ്റവും മിനിമം നമുക്ക് കേൾക്കാൻ പറ്റുന്നത് I0, അതായത് 10⁻⁻12ഉം മാക്സിമം കേൾക്കാൻ പറ്റുന്നത് ഞാനൊരു ഇതിൻ്റെ 10 ടൈംസ് 10⁻12 ടൈംസ് ഓഫ് I0, അതായത് 1 കാൽക്കുലേറ്റ് ചെയ്ത് തരുമ്പോൾ 1 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഓഡിബിൾ ഇൻറ്റൻസിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഫ്രീക്വൻസി ആണ് 20 ഹെർട്സ് തൊട്ട് 10⁻4 ഹെർട്സ് വരുന്നത്. ഇത് ഫ്രീക്വൻസി, ഓഡിബിൾ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി, ഇത് ഓഡിബിൾ സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻറ്റൻസിറ്റിയിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. ഇനി ഇൻറ്റൻസിറ്റി നമ്മൾ പഠിച്ചപ്പോൾ ഇൻറ്റൻസിറ്റി ആൻഡ് ലൗഡ്നെസ് എന്നാണ് നമ്മൾ പറഞ്ഞത്, ഒരു പെയർ ആയിട്ടില്ലേ പഠിച്ചത്. ഫ്രീക്വൻസിയുടെ കൂടെ പിച്ച് വരുന്നുണ്ടെങ്കിൽ ഇൻറ്റൻസിറ്റിയുടെ കൂടെ ലൗഡ്നെസ് വരുന്നുണ്ട്. അപ്പോൾ ഇൻറ്റൻസിറ്റിയുടെ കൂടെ ലൗഡ്നെസ് വരുമ്പോൾ ലൗഡ്നെസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ സൗണ്ടിലൊരു സെൻസേഷൻ ഉണ്ടാവും. ഓക്കെ, ആ സെൻസേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലൗഡ്നെസ് എന്ന് വിളിക്കുന്നത്. ഇത് ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത് കിടപ്പുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റൻസിറ്റിയും ലൗഡ്നെസ്സും ഒരുമിച്ച് പഠിച്ചത്. ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്ര സൗണ്ട് വന്ന് വീഴുന്നു, അല്ലെങ്കിൽ എത്ര സൗണ്ട് ഇൻസിഡൻ്റ് ആകുന്നു എന്നുള്ളതാണ് ഇൻറ്റൻസിറ്റി വരുന്നത്. ഇനി അത് നമ്മൾ ചെവിയിലോട്ട് വീഴുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ആ ഒരു സെൻസേഷൻ, നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ലൗഡ്നെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം മെയിനായിട്ട് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട്, ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യും ആൻഡ് സെൻസിറ്റിവിറ്റി ഓഫ് ദി ഇയർ ഓർ മൈക്രോഫോൺ. നമ്മളിപ്പം എന്തെങ്കിലും ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയും എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ലൗഡ്നെസ് ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പം നമ്മൾ മൈക്കിൽ കൂടെ സംസാരിക്കുകയാണ്, അപ്പോൾ ആ മൈക്കിന് ട്രാൻസ്മിറ്റ് ചെയ്ത് നല്ല സൗണ്ടായിട്ട് പുറത്ത് വരാൻ പറ്റുമെങ്കിൽ അത് എന്ത് ചെയ്യും, അത്രയും നല്ല
ലൗഡായിട്ട് കേൾക്കും. പക്ഷെ അതുപോലെ തന്നെ കേൾക്കുന്ന ആളുടെ ഇയറിന്, ഇപ്പം കേൾവി കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ അത്രയും ലൗഡ്നെസ്സിൽ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. അപ്പം ഒരു മനുഷ്യൻ്റെയും ഇയറിൻ്റെ സെൻസിറ്റിവിറ്റി ഡിഫറെൻ്റ് ആണ്. സോ അതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ലൗഡ്നെസ്സിൻ്റെ ലെവൽ മാറും. സോ ലൗഡ്നെസ് മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട്, രണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് ഇയർ. ഓക്കെ, ഇനി ലൗഡ്നെസ്സും ഇൻറ്റൻസിറ്റിയും എങ്ങനെയാണ് റിലേറ്റ് കിടക്കുന്നത്, അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്, വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ലോഗരിതം ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട്. ലൗഡ്നെസ്സിന് നമുക്ക് ക്യാപിറ്റൽ എൽ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം കേട്ടോ. പ്രൊപ്പോർഷണൽ ടു ലോഗരിതം ഓഫ് ഇൻറ്റൻസിറ്റി എന്നാണ്. ഇൻറ്റൻസിറ്റിയുടെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയപ്പെടുന്നത്. അതാണ് ലൗഡ്നെസ്സും ഇൻറ്റൻസിറ്റി തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. രണ്ട് സൗണ്ട് ഉണ്ട്. ഒന്നിൻ്റെ ഇൻറ്റൻസിറ്റി I0, രണ്ടാമത്തെ ഇൻറ്റൻസിറ്റി I1 എന്ന് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ ഇവർ കറസ്പോണ്ടിങ് ആയിട്ട് ലൗഡ്നെസ് എങ്ങനെ വരും? L0 എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു ലോഗ് I എന്ന് പറഞ്ഞില്ലേ, ലോഗ് I. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരും അല്ലേ. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ ഈക്വൽ ടു K ലോഗ് I ടു ദ ബേസ് 10 ആണ് കേട്ടോ. അതുപോലെ തന്നെ I1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൗഡ്നെസ് എടുത്തു കഴിഞ്ഞാൽ L1 ഈസ് ഈക്വൽ ടു K ലോഗ് I, ഇവിടെ I0, ഇവിടെ I1 ടു ദ ബേസ് 10. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുവാണ് നമ്മൾ. ഓക്കെ, ഇവരുടെ എത്രയാണ് ഈ ലൗഡ്നെസ്സിൻ്റെ ലെവൽ? L0യും L1ഉം രണ്ട് ലെവൽ ഓഫ് ലൗഡ്നെസ് ആണ്. I0, I1 എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റീസിലുള്ള സൗണ്ടിൻ്റെ. അപ്പോൾ അവർ തമ്മിൽ എത്രയാണ് ഡിഫറൻസ് എന്നുള്ളത്, ദ ഡിഫറൻസ് ഇൻ ദ ലൗഡ്നെസ്, അതായത് L1 മൈനസ് L0, അതിന് നമുക്ക് വേണമെങ്കിൽ L എന്ന് വിളിക്കാം. ഓക്കെ, ഡിഫറൻസ് ഇൻ ലൗഡ്നെസ്സിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്. ഓക്കെ, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ എന്ന് വിളിക്കുന്നു കേട്ടോ. എന്താണ് സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? L is equal to K ലോഗ് L1 എന്തായിരുന്നു? K ലോഗ് I1 മൈനസ് K ലോഗ് I0. അപ്പോൾ K ഇൻറ്റു ലോഗ് ഓഫ് I1 മൈനസ് ലോഗ് ഓഫ് I0, ലോഗ് A മൈനസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ലോഗ് ഓഫ് I1 ബൈ I0. ഓക്കെ, എൽ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വരുന്നത്. കീക്ക് വേണമെങ്കിൽ കോൺസ്റ്റന്റ് 1 ആകുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. സോ ഇതാണ് ഇൻറ്റൻസിറ്റിയിലും ലൗഡ്നെസ്സിലും നമുക്ക് മെയിനായിട്ട് പറഞ്ഞത്. ഇൻറ്റൻസിറ്റി എന്താണെന്ന് ഓർക്കുക, രണ്ട് ടൈപ്പ് ഓഫ് ഇൻറ്റൻസിറ്റി ലെവൽസ് പറഞ്ഞിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവരുടെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലൗഡ്നെസ് ഉണ്ടാകുന്നുണ്ട്, ഇയറിലുണ്ടാകുന്ന സെൻസേഷൻ, അതിനെ പഠിച്ചു. അതും ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള റിലേഷൻ പഠിച്ചു. പിന്നെ ഇവർ ഡിഫറൻസ് എടുക്കുന്നതിന് നമ്മൾ സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ, ആ ടേം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ടേം SIL അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൻ്റെ റിലേഷൻ നമ്മൾ പഠിച്ചു, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമുണ്ട്. ഇവിടെ നിന്നൊക്കെ നമുക്ക് MCQs ഒരുപാട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ന്യൂമറിക്കൽസ് ചോദിക്കാം, ഡയറക്റ്റ് ഇക്വേഷൻസ് ചോദിക്കാം. നേരത്തെ നമ്മൾ ഇൻറ്റൻസിറ്റിയുടെ ഇവിടെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ, ഇത് ചോദിക്കുക. ഇതിപ്പോൾ ഒമേഗയുടെ ടേംസിലാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഫ്രീക്വൻസിയുടെ ടേംസിലും വരുന്നുണ്ട് ഇക്വേഷൻ. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf അല്ലേ, ഒമേഗ ഈക്വൽ ടു 2πf. അപ്പം ഇത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. അതും ഓർത്ത് വെച്ചിരിക്കുക. ഏതെങ്കിലും ഒരെണ്ണം ഓർത്താൽ കൺവേർഷൻ മാത്രം ഓർത്താൽ മതി. പരീക്ഷയ്ക്ക് ഏതാണ് ചോദിക്കുന്നത് അത് എഴുതിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ എടുക്കാൻ താല്പര്യമില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഇക്വേഷൻസ് രണ്ടും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. ആ ഇക്വേഷൻ നമ്മളെടുത്തൊരു MCQ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻറ്റൻസിറ്റിയുടെയും ലൗഡ്നെസ്സിൻ്റെയും യൂണിറ്റ്സ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ മെയിൻലി നമ്മൾ ബെൽ അല്ലെങ്കിൽ ഡെസിബെൽ, ഓക്കെ, ഡെസിബെൽ എന്ന് പറയും, DB ഇങ്ങനെ എഴുതുന്നത് ഡെസിബെൽ, അല്ലെങ്കിൽ ബെൽ എന്ന യൂണിറ്റ് യൂസ് ചെയ്യും. ഇത് പോയിട്ടും വേറൊരു യൂണിറ്റ് ഉണ്ട്, ഫോൺ. അപ്പോൾ നമുക്ക് ഡൗട്ട് വരും ഇത് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ യൂണിറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ, അതായത് L1 മൈനസ് L0 എന്നുള്ളത്. അപ്പോൾ ഈ സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലൗഡ്നെസ് തന്നെയല്ലേ, ലൗഡ്നെസ് അല്ലേ, ലൗഡ്നെസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അല്ലേ. സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ L is equal to ലോഗ് I1 ബൈ I0. അപ്പോൾ ഇതിനെ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ബെൽ എന്ന് പറയുന്നത്. ഓക്കെ, ബെൽ, അതായത് നമ്മൾ ഈ എഴുതിയ ഇക്വേഷനിൽ അത് ബെല്ലിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡെസിബെല്ലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10 വെച്ച് കൺവേർട്ട് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, കാരണം എന്താ, ഒരു ബെൽ എന്ന് പറയുന്നത് 10 ഡെസിബെല്ലാണ്. ഓക്കെ, ഈ റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ. ഒരു ബെൽ എന്ന് പറയുന്നത് 10 ഡെസിബെൽ ആണ്. അപ്പം L is equal to ലോഗ്
I1 by I0 to the base 10 ഇത്രയും ബെല്ലായിരുന്നെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഡെസിബൽ ആക്കണമെങ്കിൽ നമുക്ക് ഇതിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. log 10 I1 by I0 ഡെസിബെൽസ് അല്ലേ. ഓക്കെ, ഇക്വേഷൻസ് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ 2 ഇൻറ്റൻസിറ്റി ലെവൽസ് പഠിച്ചു. I0 എന്ന് പറഞ്ഞിട്ട് ത്രഷോൾഡ് ഹിയറിംഗ് അല്ലേ. ത്രഷോൾഡ് ഹിയറിംഗ് ലെവൽ നമ്മൾ പഠിച്ചു. അതിന് എന്തായിരുന്നു പേര്? മിനിമം ഇൻറ്റൻസിറ്റി. ത്രഷോൾഡ് മിനിമം ഇൻറ്റൻസിറ്റിയും ത്രഷോൾഡ് പെയിൻ ഇൻറ്റൻസിറ്റി അല്ലേ. അപ്പോൾ ത്രഷോൾഡ് മിനിമം ഇൻറ്റൻസിറ്റി I0 നിന്ന് 10⁻⁻12 വാട്ട് പെർ മീറ്റർ സ്ക്വയറും പെയിൻ ഇൻറ്റൻസിറ്റി I എന്നുള്ളത് 1 വാട്ട് പെർ മീറ്റർ സ്ക്വയറും ആയിരുന്നു. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൗഡ്നെസ് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. ഡെസിബലിൽ ചെയ്യാം. അപ്പോൾ 10 ഇൻറ്റു അപ്പം ഡെസിബലിൽ അല്ല ബെല്ലിൽ മതിയെങ്കിൽ ഈ ഇക്വേഷൻ എടുക്കായിരുന്നു. ഡെസിബലിൽ വേണമെന്നുണ്ട് ഈ ഇക്വേഷൻ എടുത്തു. 10 ഇൻറ്റു ലോഗ് ഓഫ് ടു ദ ബേസ് 10 ആണ്. മേളിൽ എന്താ വരുന്നത്? ഇക്വേഷൻ നേടാം അല്ലെങ്കിൽ ഇവിടെ ഇക്വേഷൻ നോക്കിയത് ലോഗ് I1 by I0. I0 എത്രയാണ്? 10⁻12 ആണെന്നുള്ളത് നമുക്കറിയാം. 10⁻12. ഓൾസോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻറ്റൻസിറ്റി ഏത് തന്നെയാണ്? I0 തന്നെയാണ്. അപ്പം മേളിൽ ഇത് തന്നെ വരും. I1ൻ്റെ സ്ഥാനത്തും I0 തന്നെ വരും. 10⁻12 ഡെസിബൽ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് 10⁻12 ക്യാൻസൽ ആയി പോയിട്ട് 10 log 1 അല്ലേ. log 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. സോ നമുക്ക് എന്തായിട്ട് 0 ഡെസിബൽ എന്നാണ് കിട്ടുന്നത്. അതായത് നമ്മുടെ മിനിമം ലെവൽ, നമുക്ക് ഏറ്റവും കുറച്ച് കേൾക്കാൻ പറ്റുന്ന ഒരു ഇൻറ്റൻസിറ്റി ലെവൽ എന്ന് പറയുന്നത് ലൗഡ്നെസ് ഇല്ല, ഒട്ടും ലൗഡ്നെസ് ഇല്ല. 0 ഡെസിബൽ ആണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി അതേസമയം നമ്മൾ 1, അതായത് മാക്സിമം കേൾക്കാൻ പറ്റുന്ന ഒരു ലൗഡ്നെസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് എത്രയും നോക്കാം. 10 ഇൻറ്റു ലോഗ് താഴെ 10⁻12 അത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് അല്ലേ. ഈ ഇക്വേഷനിൽ I0 എന്ന് പറയുന്നത്, ഇവിടെയും I0 എന്ന് പറയുന്നത് 10⁻12 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. 10⁻12 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. അതുകൊണ്ടാണ് ഞാൻ ഡിനോമിനേറ്ററിൽ 10⁻12 എഴുതിയത്. ഇനി ന്യൂമറേറ്ററിൽ എന്താ വേണ്ടേ? നമ്മൾ 1 ആണ്. നമ്മൾ എടുക്കുന്ന ഇൻറ്റൻസിറ്റി 1 ആണ്. ഈ 10⁻12 എന്തായിട്ട് മാറി? 10⁻12 ആയിട്ട് മാറി അല്ലേ. അപ്പോൾ 10 ഇൻറ്റു ലോഗ് 10⁻12 ടു ദ ബേസ് 10 അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും 10 ഇൻറ്റു 12 എന്ന് വരും. 120 ഡെസിബൽസ്. 120 ഡെസിബൽസ്. അതെങ്ങനെ വന്നു? ലോഗ് 10 ബേസ് 10 ആണ്. നമ്മുടെ നമ്പർ 10⁻2 ഒരു പവറാണ് കിടക്കുന്നതെങ്കിൽ ഇത് രണ്ടും പോവും. ഓക്കെ, ഇത് രണ്ടും പോയി ജസ്റ്റ് ആ എയുടെ വാല്യൂ മാത്രമേ വരും. ഒന്നും കൂടെ പറയാം. ലോഗ് 10⁻2 ഒരു എന്തെങ്കിലും ഒരു വാല്യൂ കിടക്കുകയാണ്. സെയിം നമ്പറാണ് ബേസിൽ വരുന്നത്. 10 തന്നെയാണ് ബേസിൽ വരുന്നതെങ്കിൽ ഇതെല്ലാം പോയിട്ട് നമുക്ക് ആ എ വാല്യൂ മാത്രം എടുത്ത് എഴുതിയാൽ മതി. സോ ലോഗ് 10⁻12 ടു ദ ബേസ് 10 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 12 ആണ്. അതാണ് ഞാൻ ഇവിടെ 12 എഴുതിയത്. ഓക്കെ, പിന്നെ ഈ 10 ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ 12 ഇൻറ്റു 10 120 ഡെസിബൽ. അപ്പം നമുക്ക് കേൾക്കാൻ പറ്റുന്ന ലൗഡ്നെസ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 ഡെസിബൽ ടു 120 ഡെസിബൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ബെല്ലും ഡെസിബലും നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു റീക്യാപ്പ് എനിക്ക് പറയുന്നത്, നമ്മൾ ഓഡിബിൾ, നമുക്ക് കേൾക്കാൻ പറ്റുന്ന, ഹ്യൂമൻ ഇയറിന് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ കുറച്ച് ഫാക്ടേഴ്സ് ആണ്. ഫ്രീക്വൻസി വന്നിട്ട് 20 ഹെർട്സ് ടു 10⁻4 ഹെർട്സ്. ലൗഡ്നെസ് വന്നിട്ട് 0 ഡെസിബൽ ടു 120 ഡെസിബൽ. ഇൻറ്റൻസിറ്റി ടേംസിൽ പറയുവാണെങ്കിൽ എത്രയായിരുന്നു? 10⁻12 തൊട്ട് 1 വരെ. 10⁻12 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ടു 1 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓഡിബിൾ സൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഡെസിബലാണ്. ഓക്കെ, സോറി, ഡെസിബൽ അല്ല, ഫോണാണ്. ഡെസിബൽ കഴിഞ്ഞു, ഫോണാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഫോൺ എന്തിനാണ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ചില സമയങ്ങളിൽ സൗണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ഒരേ ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഓക്കെ, ഒരേ ഇൻറ്റൻസിറ്റി ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. അത് ഓർക്കുക, ഫോൺ എന്ന് പറയുമ്പം സെയിം ഇൻറ്റൻസിറ്റി ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. ഇവിടെ വന്നിട്ട് എന്താ സംഭവിച്ചത്? നമ്മുടെ ഇൻറ്റൻസിറ്റീസ് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇൻറ്റൻസിറ്റീസ് ഒക്കെ നമുക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ എക്സാമ്പിൾ നോക്കിയപ്പോൾ 2 സൗണ്ട് വിത്ത് ഇൻറ്റൻസിറ്റി I0 I1 അറ്റ് സെയിം ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ യൂണിറ്റ് ഈ ബെല്ലും ഡെസിബലും യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? സെയിം ഫ്രീക്വൻസി ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി.
അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ബെല്ലും ഡെസിബലും ഉപയോഗിക്കുന്നത്. ഇൻറ്റൻസിറ്റി സെയിം ആണ്, ഫ്രീക്വൻസി ആണ് മാറുന്നതെങ്കിലും നമ്മൾ വേറെ യൂണിറ്റ് യൂസ് ചെയ്യും, ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാലും ഡിഫറൻസ്, ലൗഡ്നെസ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞു ലൗഡ്നെസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ലൗഡ്നെസ് ഇൻറ്റൻസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യും, ഇയറിൻ്റെ സെൻസിറ്റിവിറ്റിയും ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഇൻറ്റൻസിറ്റി ഇൻഡയറക്ട്ലി ഫ്രീക്വൻസിയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ലൗഡ്നെസ്സിന് ഇവിടെയും ഐയുമായിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്, ഫ്രീക്വൻസി ആയിട്ട് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് സെയിം ഫ്രീക്വൻസി മാറുമ്പോഴും നമ്മൾ സൗണ്ടിൻ്റെ ലൗഡ്നെസ്സിന് ചേഞ്ച് ചെയ്യുന്നതാണ്. ഇൻറ്റൻസിറ്റി മാറുമ്പോൾ ഫ്രീക്വൻസി മാറുമ്പോൾ ഇൻറ്റൻസിറ്റി മാറും, ഇൻറ്റൻസിറ്റി മാറുമ്പോൾ ലൗഡ്നെസ് മാറും. ഓക്കെ, സോ ഒരേ ഇൻറ്റൻസിറ്റി ഡിഫറെൻറ്റ് ഫ്രീക്വൻസി വരുമ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കും. സോ ലൗഡ്നെസ് ഇൻ ഡെസിബൽ ആൻഡ് ഇൻ ഫോൺ, ജസ്റ്റ് ഫോൺ എന്ന ഒരു യൂണിറ്റ് മാത്രം ഓർത്താൽ മതി. പിന്നെ ഒരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ ഡെസിബലും ഫോണും ഈക്വൽ ആകുന്ന 1 ഡെസിബൽ ഈസ് ഈക്വൽ ടു 1 ഫോൺ. ഓക്കെ, ഈ കേസ് വരുന്ന ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ്. ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1000 ഹെർട്സ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡെസിബലും ഫോണും ഈക്വൽ ആകുന്ന ഫ്രീക്വൻസി ഏതാണ്? 1000 ഫ്രീക്വൻസി. ഓക്കെ, 1000 ഫ്രീക്വൻസി. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ്സ് ഓഫ് സൗണ്ടിൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? നമുക്ക് 3 ടൈപ്പാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടില്ല അല്ലേ? ഫ്രീക്വൻസി ആൻഡ് പിച്ച് കഴിഞ്ഞു, ഫ്രീക്വൻസി ആൻഡ് പിച്ച് കഴിഞ്ഞു, ഇൻറ്റൻസിറ്റി ആൻഡ് ലൗഡ്നെസ് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഉള്ളത് ടിമ്പർ ആൻഡ് ക്വാളിറ്റി. ടിമ്പർ ആൻഡ് ക്വാളിറ്റി. ടിമ്പർ ആൻഡ് ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്വാളിറ്റി ഓഫ് എ സൗണ്ട് വേവ് ഈസ് ദി എബിലിറ്റി ടു ഡിസ്റ്റിംഗ്വിഷ് ദ മ്യൂസിക്കൽ നോട്ട്സ് എമിറ്റഡ് ബൈ two or more than 2 musical instruments even though they have same pitch and loudness. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഫ്രീക്വൻസി ഓർ പിച്ച് അല്ലേ? ഫ്രീക്വൻസി ഓർ പിച്ച്. അപ്പോൾ അതിൽ ഇപ്പോൾ സെയിം ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഉള്ളതിനൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വരാം. ഇനി ഫ്രീക്വൻസി ഒരുപോലെ വരുവാണെങ്കിൽ എങ്ങനെ നമുക്ക് തരംതിരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇൻറ്റൻസിറ്റിയിലും ലൗഡ്നെസ്സിലും മെയിനായിട്ട് നോക്കിയത് അല്ലേ? ഇൻറ്റൻസിറ്റിയും ലൗഡ്നെസ്സിലും നമ്മൾ എന്ത് നോക്കി? ഈ ഫ്രീക്വൻസിക്ക് ചേഞ്ച്, ഒരേ ഫ്രീക്വൻസി ആണെങ്കിൽ രണ്ട് സൗണ്ടിനെ എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യും? അവർക്ക് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലൗഡ്നെസ് ഉള്ളതായിട്ട് നമ്മൾ പറയും. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇനി പോട്ടെ, പിച്ചും സെയിം ആണല്ലേ? അതായത് പിച്ച് സെയിം എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി സെയിം ആണ്, പിച്ചും സെയിം ആണ്, ലൗഡ്നെസ്സും സെയിം ആണ്, അതായത് ഇൻറ്റൻസിറ്റിയും ഓൾമോസ്റ്റ് സെയിം ആണ്. അത് രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ രണ്ട് സൗണ്ടിനെ എങ്ങനെ തരംതിരിക്കും? കാരണം അതിൻ്റെ പിച്ച് സെയിം ആണ്, ലൗഡ്നെസ് സെയിം ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ടിമ്പർ അല്ലെങ്കിൽ ക്വാളിറ്റി എന്നും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, മെയിൻലി നമ്മൾ ക്വാളിറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. ക്വാളിറ്റി ഓഫ് എ സൗണ്ട് വേവ് ആണ്. ഓക്കെ, സെയിം പിച്ചും സെയിം ലൗഡ്നെസ്സും ഉള്ള രണ്ട് സൗണ്ട് വേവ്സിനെ എടുത്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കീവേഡ് ക്വാളിറ്റിയാണ്. ടിമ്പറും ഇതുപോലെ തന്നെയാണ്. രണ്ട് സെയിം പിച്ചും ലൗഡ്നെസ്സും ഉള്ള ഇതിന് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു കഴിവുണ്ടല്ലോ, അതിനെയാണ് ടിമ്പർ എന്ന് പറയുന്നത്. ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഇപ്പോൾ രണ്ട് സെയിം പിച്ചും ലൗഡ്നെസ്സും ഉള്ള രണ്ട് സൗണ്ട് 1ഉം സൗണ്ട് 2 ഉണ്ട്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ക്വാളിറ്റിയുടെ ബേസിസിലാണ്. ഓക്കെ, ഈ ക്വാളിറ്റിയെ നമ്മുടെ ചെവി കേൾക്കുന്നുണ്ടല്ലോ, അത് തിരിച്ചറിയുന്നുണ്ടല്ലോ, ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ ടിമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻലി ഇറ്റ് ഹെൽപ്സ് ദി ഇയർ ടു ഡിസ്റ്റിംഗ്വിഷ്. അത് നമ്മുടെ ഒരു ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി പോലെയാണ്, നമ്മുടെ ഒരു സ്വഭാവം പോലെയാണ് ടിമ്പറിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് ടിമ്പറും ക്വാളിറ്റിയും. അവിടെ ഓർക്കേണ്ടത് ടിമ്പറും ക്വാളിറ്റിയും പറയുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഓർക്കേണ്ടത് പിച്ചും ലൗഡ്നെസ്സും അവിടെ സെയിം ആണെന്നുള്ളത് ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ മ്യൂസിക്കൽ സൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് വെബർ-ഫെഷണർ ലോ ആണ്. വെബർ-ഫെഷണർ ലോ വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ പഠിച്ച റിലേഷനാണ്. സോ ഇവിടെ ഞാൻ ഒരുപാട് ടൈമൊന്നും അങ്ങനെ വേസ്റ്റ് ചെയ്യുന്നില്ല. L പ്രൊപ്പോർഷണൽ ടു ലോഗ് ഓഫ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി കോൺസ്റ്റൻറ്റും കൂടി ഇട്ടു, ലോഗ് I to the base 10. ഈ പഠിച്ച ഇക്വേഷനെ നമ്മളൊരു പേരിട്ട് വിളിക്കുന്നുണ്ട്, വെബർ-ഫെഷണർ ലോ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും അഡീഷണൽ ആയിട്ട് ഇവിടെ നോക്കാനായിട്ടില്ല. അപ്പോൾ ഇതിൽ ഒരു കാര്യം, L പ്രൊപ്പോർഷണൽ ടു ലോഗ് ഓഫ് I എന്ന് പറഞ്ഞില്ല. അപ്പോൾ I കൂടുന്നതനുസരിച്ച് ലൗഡ്നെസ് കൂടത്തില്ലേ? സൗണ്ട് ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് ലൗഡ്നെസ്സും ഇൻക്രീസ് ചെയ്യും. ആ പ്രോപ്പർട്ടി ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ലൗഡ്നെസ്സും ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഈ പേര് ഓർത്ത് വെച്ചിരിക്കുക, വെബർ-ഫെഷണർ ലോ. ഓക്കെ, ഇവിടെ വേറെ അഡീഷണൽ കാര്യങ്ങളൊന്നുമില്ല, ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം. ഇനി നമുക്ക്
നോക്കാം. ഇപ്പം ഇത് നമ്മുടെ സിലബസിലെ ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. ക്ലാസിഫിക്കേഷൻ ഓഫ് സൗണ്ട് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി നമ്മൾ കഴിഞ്ഞു. ഫ്രീക്വൻസി ബേസ് ചെയ്ത് നമ്മൾ സൗണ്ടിനെയൊക്കെ ക്ലാസിഫൈ ചെയ്തില്ല. അൾട്രാസൗണ്ട്, ഇൻഫ്രാസൗണ്ട്, ഓഡിബിൾ സൗണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ള സെക്കൻഡ് പോയിന്റ്, അതായത് അക്കൗസ്റ്റിക് അബ്സോർപ്ഷൻ. അതാണ് നമുക്കിനി നോക്കാനുള്ളത്. അതുമായിട്ട് റിലേറ്റ് വരുന്ന കുറച്ച് കാര്യങ്ങൾ. അക്കൗസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ സൗണ്ട് റിലേറ്റഡ്, അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ അബ്സോർബ് ചെയ്യുന്നത്, പിടിച്ചെടുക്കുന്ന ഒരു സ്വഭാവം. അപ്പോൾ അക്കൗസ്റ്റിക് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദി എബിലിറ്റി ഓഫ് എ സർഫസ് ഓർ മെറ്റീരിയൽ ടു അബ്സോർബ് സൗണ്ട് എനർജി ഇൻസ്റ്റെഡ് ഓഫ് റിഫ്ലക്റ്റിംഗ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും അവിടെ ഒരു ഡോർ ഉണ്ട്, ഒരു കബോർഡ് ഉണ്ട്, ഒരു ബെഡ് ഉണ്ട്, ചെയർ ഉണ്ട്, ടേബിൾ ഉണ്ട്, കാർപ്പറ്റ്സ് ഉണ്ട്, കേർട്ടൻസ് ഉണ്ട്, പിന്നെ ഇപ്പം വാൾ മൗണ്ടഡ് ആയിട്ടുള്ള കബോർഡ്സ് ഉണ്ട്, ഫാൻ ഉണ്ട്, പിന്നെ ചുമരുകളുണ്ട്, വിൻഡോസ് ഉണ്ട്, നമ്മുടെ ഗ്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മിററൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇതിലെല്ലാം എന്ത് ചെയ്യും? സൗണ്ട് മിക്കവാറും അബ്സോർബ് ചെയ്യും. ചിലതൊക്കെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യാതെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സർഫസിന് സൗണ്ടിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയാണ് നമ്മൾ അബ്സോർപ്ഷൻ, അക്കൗസ്റ്റിക് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കപ്പാസിറ്റി ടു അബ്സോർബ് സൗണ്ട്, അതിനാണ് അക്കൗസ്റ്റിക് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അബ്സോർപ്ഷൻ വെച്ചിട്ട് നമുക്ക് പല അബ്സോർബേഴ്സ് എന്ന് പറയുന്നത്, ഒരു മെറ്റീരിയൽ പല ടൈപ്പ് അബ്സോർബറായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അബ്സോർബർ മെയിനായിട്ട് 3 ടൈപ്പാണ്: പോറസും, റെസൊനൻറ്റും, കോമ്പിനേഷനും. പോറസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഒരുപാട് പോർസ് ഉണ്ടാകും. അതായത് അതിനകത്തേക്ക് സൗണ്ട് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സൗണ്ട് അകത്തേക്ക് ചെന്ന് കയറുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഉണ്ട്, അക്കൗസ്റ്റിക് ഫോം ഉണ്ട്, കാർപ്പറ്റ് ഉണ്ട്, ഡ്രേപ്സ് ഉണ്ട്. ഈ തുണിയൊക്കെ, കാർപ്പറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ സൗണ്ട് അത് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ മിഡ് ഫ്രീക്വൻസി, അത് നോട്ട് ചെയ്യുക. പോറസ് ആയിട്ടുള്ള അബ്സോർബേഴ്സ് മിഡ് ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസീസ്, ചെറിയ ഫ്രീക്വൻസീസ് ഇത് ഇച്ചിരി വലിയ ഫ്രീക്വൻസീസ് ഒക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഹൈ പിച്ച്, അങ്ങനത്തെ സൗണ്ടിലേക്ക് അവർ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതാണ് പോറസ് അബ്സോർബർ. ഇനി റെസനന്റ് അബ്സോർബർ എന്ന് പറയുന്നത് സ്പെസിഫിക് ഫ്രീക്വൻസി. റെസനൻസ് എന്താണ്? ഒരു ഫ്രീക്വൻസിയെ മാച്ച് ചെയ്യുന്ന മറ്റൊരു ഫ്രീക്വൻസി വന്ന് അവിടെ ഒരു ബാലൻസ് വരുന്നതിനെയാണ് നമ്മൾ റെസനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസനന്റ് അബ്സോർബർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയെ മാത്രം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പെർഫറേറ്റഡ് പാനൽസ് ഉണ്ട്. പെർഫറേഷൻസ് ഉള്ള ഒരുപാട് പെർഫറേഷൻസ് അല്ലെങ്കിൽ പോർസ് ഒക്കെ ചെയ്തിട്ടുള്ള പാനൽസ് ഉണ്ട്. പാനൽസ് അതൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ സ്റ്റുഡിയോസിലും ഈ സ്റ്റുഡിയോസിൽ ഈ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവിടെയൊക്കെയാണ് ഇതൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നത്. പിന്നെ ഹെൽംഹോൾട്സ് റെസൊനേറ്റർ ഉണ്ട്. അതെന്താണെന്ന് പഠിക്കാനില്ല, ബട്ട് എക്സാമ്പിൾ ഓഫ് എ റെസൊനന്റ് അബ്സോർബർ ആണ്. ജസ്റ്റ് പേരൊന്ന് നോട്ട് ചെയ്തിരിക്കാം. പിന്നെ ഇത് രണ്ടിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്. പോറസും റെസൊനൻറ്റിൻ്റെ കോമ്പിനേഷൻ ആയിട്ടും ചിലത് വരാറുണ്ട്. അത് ഒരുപാട് ഫ്രീക്വൻസീസിനെ അബ്സോർബ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു പോറസ് എന്ന് പറയുന്നത് ലാർജ് ഫ്രീക്വൻസീസിനാണ്, മീഡിയം ടു ഹൈ ഫ്രീക്വൻസിയാണ് നമ്മൾ അതിൽ അബ്സോർബ് ചെയ്യുന്നത്. റെസൊനൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി മാത്രമേ എന്തെങ്കിലും അബ്സോർബ് ചെയ്യത്തുള്ളൂ. സോ ഇതിനെ രണ്ടും കമ്പൈൻ ചെയ്തിട്ടായതുകൊണ്ട് തന്നെ ആ കോമ്പിനേഷൻ അബ്സോർബേഴ്സിന് ഒരുപാട് ഫ്രീക്വൻസീസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അബ്സോർബറിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഒരു അബ്സോർബറിന് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? മെറ്റീരിയൽ ഡെൻസിറ്റി, തിക്നെസ്, പോറോസിറ്റി, ഫ്രീക്വൻസി റേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ്. ഓക്കെ, ആ മെറ്റീരിയലിന് എത്ര ഡെൻസിറ്റി ഉണ്ട്, എത്ര തിക്നെസ് ഉണ്ട്, അത് എത്രത്തോളം പോറസ് ആണ്, പിന്നെ ഏതൊക്കെ ഫ്രീക്വൻസി റേഞ്ചിലെ സൗണ്ടാണ് അവിടെ നമ്മൾ അബ്സോർബ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലേ? ഹൈ ഫ്രീക്വൻസി ആണോ, മീഡിയം ഫ്രീക്വൻസി ആണോ നമുക്ക് അബ്സോർബ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കണം. പിന്നെ എൻവയോൺമെൻറ്റ്, ചുറ്റും ഒരുപാട് ഓപ്പൺ സ്പേസ് ആണോ, അതോ എൻക്ലോസിങ് ആയിട്ടുള്ള സ്ഥലമാണോ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കണം. ഒരുപാട് എൻക്ലോസിങ്സ് ഉണ്ടോ, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണോ, പിന്നെ റൂമിൻ്റെ വലുപ്പം കൂടുതലാണോ ചെറുതാണോ, അതൊക്കെ നമ്മൾ ഒരു അബ്സോർബർ ഡിസൈൻ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. അക്കൗസ്റ്റിക് അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇനി നമ്മൾ 5 പോയിന്റ്സ് ഉണ്ട്. പോറോസിറ്റി, ഡെൻസിറ്റി, സർഫസ് ഫിനിഷ്, ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, പോറോസിറ്റി നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മളൊരു അക്കൗസ്റ്റിക് അബ്സോർബർ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 1-2 പോയിന്റ്സ് ഉണ്ട്. അതിലുണ്ടായിരുന്നില്ല പോറോസിറ്റി, അതായത് എത്രത്തോളം സൗണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ പറ്റും എന്നുള്ളതാണ് പോറോസിറ്റി. അതൊരു ഫാക്ടറാണ്. ഡെൻസിറ്റി, ഇപ്പോൾ ഡെൻസിറ്റി കൂടുന്നതും കുറയുന്നതും അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ മെറ്റീരിയലിന് ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. ലോ ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസിയും അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അത്ര എളുപ്പം നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതല്ല. അതാണ് നമ്മൾ പോറസ് അബ്സോർബർ ഉപയോഗിച്ച് ഹയർ ഫ്രീക്വൻസിയാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത് പറയുന്നത്. അപ്പം ഹൈ ഫ്രീക്വൻസീസ് കുറച്ചുകൂടി ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. പക്ഷേ ലോ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ തന്നെ അതിന് കറസ്പോണ്ടിങ് അതിന് പറ്റുന്ന രീതിയിലുള്ള ഡെൻസിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് രണ്ടും കഴിഞ്ഞു. പിന്നെ സർഫസ് ഫിനിഷാണ്. സർഫസ് ഫിനിഷിൽ പറയുമ്പോഴത്തേക്കും
സ്മൂത്ത് സർഫസ് സൗണ്ടിനെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് ഫ്രിക്ഷനൊക്കെയുള്ള കുറച്ച് റഫ് ആയിട്ടുള്ള സർഫസസ് ആണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത് അബ്സോർപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്മൂത്ത് സർഫസ് സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യും, റഫ് സർഫസ് കൂടുതൽ അബ്സോർപ്ഷൻ കൂട്ടും. ഫ്രീക്വൻസി ഓഫ് സൗണ്ട്. ഓക്കെ, അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് സൗണ്ട് ഏത് ഫ്രീക്വൻസിയിലാണ് വരുന്നത് എന്നുള്ളത്. നമ്മൾ പറഞ്ഞത് ലോ ഫ്രീക്വൻസീസിന് അബ്സോർബ് ചെയ്യാൻ പാടാണ്, ഹൈ ഫ്രീക്വൻസീസിന് നമുക്ക് അബ്സോർബ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ലോ ഫ്രീക്വൻസീസ് അബ്സോർബ് ചെയ്യാൻ പാടായതുകൊണ്ടുതന്നെ നമ്മൾ കുറച്ചുകൂടി തിക്കായിട്ടുള്ള പ്രത്യേകതരം അബ്സോർബേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഹൈ ഫ്രീക്വൻസീസിന് അങ്ങനെയൊന്നുമില്ല, വലിയ തിക്കായിട്ടുള്ളതൊന്നും വേണ്ട. തിക്നെസ് ഒക്കെ അതനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തിക്നെസ് എന്നൊരു പോയിന്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ഫ്രീക്വൻസിയും thickness of the material. നെക്സ്റ്റ് വരുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഏത് ആംഗിളിലാണ് സൗണ്ട് വന്ന് ആ ഒരു മെറ്റീരിയൽ പതിക്കുന്നത്, അതും ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ ഫാക്ടേഴ്സിൻ്റെ പേര് അറിഞ്ഞിരിക്കുക, എങ്ങനെയാണ് ഇത് ചേഞ്ച് അല്ലെങ്കിൽ അക്കോസ്റ്റിക് അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവുക. അത് ഇനി നമുക്ക് അടുത്ത പോയിന്റ്സ് ഇങ്ങനെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ, അത് നമുക്ക് നോക്കാം. അക്കോസ്റ്റിക് അബ്സോർപ്ഷൻ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. സോ ഫസ്റ്റ് തിങ് ബിൽഡിംഗ് അക്കോസ്റ്റിക്സ്. അതായത് ബിൽഡിംഗ് അക്കോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിൽ സൗണ്ട് ഒരുപാട് നിൽക്കുന്നുണ്ടോ, എക്കോ അടിക്കുന്നുണ്ടോ, അതോ സൗണ്ട് ഒരുപാട് പുറത്ത് പോകുന്നുണ്ട്, നോയ്സ് ആയിട്ട് പുറത്ത് പോകുന്നുണ്ട്, അതൊക്കെ ചെക്ക് ചെയ്യണം. സൗണ്ട് എക്കോ കുറയ്ക്കുക, സൗണ്ട് ക്വാളിറ്റി കൂട്ടുക, അതൊക്കെ ബിൽഡിംഗ് അക്കോസ്റ്റിക്സ് എന്ന് പറയും. നോയ്സ് കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വലിയ ഇൻഡസ്ട്രി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് നോയ്സ് അടുത്ത് സറൗണ്ടിങ്സിലോട്ട് പോകാതെ നോക്കണം. പിന്നെ വർക്ക് പ്ലേസ്, ഓഫീസ് സ്പേസ് ഒക്കെ ആണെങ്കിൽ പുറത്തുള്ള സൗണ്ട് ഒരുപാട് അകത്ത് വരാതെ നോക്കണം. അങ്ങനെ നോയ്സ് കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ഈ അക്കോസ്റ്റിക്സിൻ്റെ അബ്സോർപ്ഷൻ വഴിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഓട്ടോമോട്ടീവ് ആൻഡ് എയ്റോസ്പേസ്, ഇതും ഇതുപോലെയാണ്. നമ്മൾ ഓട്ടോമോട്ടീവ്സ്, കാറ് അല്ലെങ്കിൽ ട്രക്സ്, വണ്ടികൾക്കകത്ത് അല്ലെങ്കിൽ എയ്റോപ്ലെയിൻസിനൊക്കെ അകത്ത് ക്യാബിൻ കംഫർട്ടായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ പുറത്തുള്ള നോയ്സ് നമുക്ക് വരാനുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ഒരുപാട് നോയ്സ് ക്യാൻസലേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് നോയ്സ് അബ്സോർപ്ഷൻസ് ചെയ്ത് സൈലൻ്റ് അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റി അത്രയും നല്ല കംഫർട്ടബിൾ ആക്കി വെക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതും അക്കോസ്റ്റിക് അബ്സോർപ്ഷനാണ് നമ്മൾ നോക്കുന്നത്. എൻവയോൺമെൻറ്റൽ അക്കോസ്റ്റിക്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോർ നോയ്സ് മാനേജ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഹൈവേക്കൊക്കെ അടുത്ത് ഹൈവേ വേരിയസ് വിത്ത് സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ് ഒക്കെ. ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് ട്രെയിനൊക്കെ പോകുന്ന ഏരിയ അല്ലെങ്കിൽ ഹൈവേയുടെ അടുത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് വണ്ടികൾ വാഹനങ്ങൾ സ്പീഡിൽ പോകുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈവേ ബാരിയേഴ്സ് ഒക്കെ വെക്കാറുണ്ട്. സോ അങ്ങനെ നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ പല രീതികളിലും നമ്മൾ നോയ്സ് കൺട്രോൾ ചെയ്യാനും എക്കോ കുറയ്ക്കാനും അങ്ങനത്തെ പല റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടും ഈ അക്കോസ്റ്റിക് അബ്സോർപ്ഷൻ നമ്മൾ സ്റ്റഡി ചെയ്ത് അതിനെ പറ്റിയിട്ട് പഠിച്ചിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് നമ്മൾ അബ്സോർബേഴ്സ് പോറസും റെസനൻറ്റും കോമ്പിനേഷനും പറഞ്ഞു. അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മെറ്റീരിയൽസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ളവയുണ്ട്, സിന്തറ്റിക് അതായത് ആർട്ടിഫിഷ്യൽ ഉണ്ട്, പിന്നെ കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. നാച്ചുറൽ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അബ്സോർബേഴ്സ് ആയിരിക്കും. എക്സാമ്പിൾ വുഡ്, വൂള്, കോർക്ക്, കൊയർ, ഇതൊക്കെ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. വൂളും കോർക്കും കൊയറും. അതേസമയം സിന്തറ്റിക് മെറ്റീരിയൽസ് വരുമ്പോഴത്തേക്കും ഫൈബർ ഗ്ലാസ്, പോളിയൂറിത്തീൻ ഫോം, മിനറൽ വൂളൊക്കെ ഇത് പക്ഷേ മറ്റ് നാച്ചുറൽ മെറ്റീരിയൽസിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് ആണ്, എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കും. പക്ഷേ അത് അത്രയ്ക്ക് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ല എന്നുള്ളതാണ് ഒരു ഡ്രോബാക്ക് എന്ന് പറയും. പിന്നെ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് മെറ്റീരിയൽസിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നതാണ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടാണ് അക്കോസ്റ്റിക് അബ്സോർപ്ഷൻ മെറ്റീരിയൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അക്കോസ്റ്റിക് അബ്സോർപ്ഷൻ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷനും അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും പഠിച്ചു. എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. നാച്ചുറൽ ഏതൊക്കെ വരുന്നുണ്ട്, സിന്തറ്റിക്കിൽ ഏതൊക്കെ വരുന്നുണ്ട്, ഫൈബർ ഗ്ലാസ്, പോളിയൂറിത്തീൻ ഫോം വരുന്നുണ്ട്, പിന്നെ മിനറൽ വൂളും വരുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഒരു 3 സ്ലൈഡും കൂടെ ഉള്ളൂ. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി MCQs ആണ്. സോ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിനി അക്കോസ്റ്റിക് അബ്സോർപ്ഷൻ്റെ ടോപ്പിക്കിൽ ഇനി വേറെ ഒന്നും ഇല്ല. ഓക്കെ, അബ്സോർപ്ഷൻ കോഎഫിഷ്യൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരു സർഫസ് ഉണ്ടെങ്കിൽ അതിൽ കുറേ സൗണ്ട് എന്ത് ചെയ്യും, വന്ന് പതിക്കും. പക്ഷേ ഇതിൽ എല്ലാ സൗണ്ടും ഈ ഒരു സർഫസ് അബ്സോർബ് ചെയ്യും ഇല്ല. അപ്പോൾ ആ ഒരു റേഷ്യോ, ഇൻസിഡൻ്റ് ആകുന്ന എനർജി, സൗണ്ട് എനർജിയിൽ എത്രത്തോളം അബ്സോർബ് ചെയ്യപ്പെടുന്നു, അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പം അബ്സോർബ്ഡ് എനർജി ടു ടോട്ടൽ ഇൻസിഡൻറ്റ് സൗണ്ട് എനർജി, അതിനെയാണ് നമ്മൾ ആൽഫ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്.